ശരിക്കും ഇന്നത്തെ കാലത്ത് സാധനങ്ങൾക്ക് തീ വിലയാണല്ലേ. നമ്മളൊക്കെ കഷ്ടപ്പെട്ട് പണിയെടുത്ത് മാസാവസാനം കിട്ടുന്ന ശമ്പളത്തിൻ്റെ വലിയൊരു ഭാഗം ഇങ്ങനെ ചിലവാക്കി തീർക്കേണ്ടി വരുന്നത് എത്ര വലിയൊരു സങ്കടമാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് എത്ര കിട്ടിയാലും മതിയാവാതെ വരുവാണല്ലേ. പക്ഷേയെങ്കിൽ നിങ്ങൾക്കറിയോ, ചില ആൾക്കാർ 10,000-മോ 20,000-മോ സാലറി ഉള്ളൊരു കുടുംബം വളരെ സന്തോഷകരമായി ജീവിക്കുന്നത് കാണാറില്ലേ. അതേപോലെ നമുക്കും ചെയ്തെടുക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. അതിൻ്റെ കാര്യം അവരുടെ സാമ്പത്തിക ഭദ്രതയാണ്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഈ ചെറിയ വരുമാനം വെച്ച് എങ്ങനെ കുടുംബം ഭംഗിയായി നോക്കാം, എങ്ങനെ ഒരല്പം പൈസ എങ്കിലും മാറ്റിവെക്കാം എന്നതിനെക്കുറിച്ച് ഞാൻ വീട്ടിൽ പരീക്ഷിച്ച് നോക്കിയിട്ട് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഇത് സാധാരണക്കാരായ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നടപ്പിലാക്കാൻ പറ്റുന്ന ചില കുഞ്ഞു ശീലങ്ങളാണ്. നിങ്ങൾക്കും ഈ വിലക്കയറ്റത്തിൽ ഒന്ന് പിടിച്ചു നിൽക്കണമെന്നുണ്ടോ? എങ്കിൽ വീഡിയോ മുഴുവനായി കാണുക. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കാം. ഒന്നാമത്തെ കാര്യമാണ് നമ്മുടെ വരവ് ചിലവ് കണക്കുകൾ ഒന്ന് എഴുതി വെക്കുക എന്നത്. ചിലവ് കുറയ്ക്കാൻ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് പൈസ എങ്ങോട്ടാണ് പോകുന്നത് എന്ന തിരിച്ചറിയലാണ്. അതിനുള്ള ഏറ്റവും നല്ല വഴി കൃത്യമായി കണക്ക് എഴുതി വെക്കുക എന്നത് തന്നെയാണ്. കേൾക്കുമ്പോൾ വലിയൊരു പണിയായി തോന്നാം, പക്ഷേ ഇത് വളരെ സിമ്പിളാണ്. നമ്മൾ ചിലവാക്കുന്ന ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും ഒന്ന് എഴുതി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. വാടക, കറണ്ട് ബില്ല്, നമ്മൾ പുറത്ത് പോകുമ്പോൾ വാങ്ങുന്ന എന്തെങ്കിലും കൊച്ചു കൊച്ചു സാധനങ്ങളാണെങ്കിൽ, അങ്ങനെ എന്താണെങ്കിലും നമുക്ക് ഓർമ്മയിലുള്ള കാര്യമാണെങ്കിൽ പോലും എല്ലാ ചിലവും എഴുതി വെക്കുക. നമ്മൾ കണക്ക് എഴുതി വെക്കുമ്പോൾ നമ്മുടെ മനസ്സ് പൈസയുടെ കാര്യത്തിൽ അല്പം കൂടി ജാഗ്രത പാലിക്കാൻ തുടങ്ങും. ഇത് വാങ്ങണോ അതോ വേണ്ടേ എന്ന് ഒരു നിമിഷം ആലോചിക്കാനായിട്ട് ഈ കണക്കെഴുത്ത് നമ്മളെ പ്രേരിപ്പിക്കും. ഇനി രണ്ടാമത്തെ കാര്യം, നമുക്ക് നമ്മുടെ അടുക്കളയിൽ നിന്ന് തുടങ്ങാം. നമ്മുടെ പ്രധാന ചിലവുകളിൽ ഒന്നാണ് ഗ്യാസ് സിലിണ്ടർ. മുൻപൊക്കെ 2 മാസത്തിന് മുകളിൽ കിട്ടിയിരുന്ന ഗ്യാസൊക്കെ ഇപ്പോൾ 1 മാസം കൊണ്ട് തീർന്നു പോകാറാണ് മിക്ക വീടുകളിലെയും പതിവ്. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഗ്യാസ് പെട്ടെന്ന് തീർന്നു പോകുന്നത്? അതിനു കാരണം നമ്മൾ അടുക്കളയിൽ ചെയ്യുന്ന ചെറിയ ചെറിയ അബദ്ധങ്ങളാണ്. അതായത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന പച്ചക്കറികളോ അല്ലെങ്കിൽ മാവോ പാലോ ഇതൊക്കെ ഫ്രിഡ്ജിൽ നിന്നും എടുത്ത ശേഷം ഉടനെ തന്നെ ഗ്യാസ് അടുപ്പിൽ വെച്ച് ചൂടാക്കുന്ന ഒരു ശീലം നമുക്കുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല തണുപ്പുള്ള ഒരു സാധനം ചൂടിലേക്ക് ഒന്ന് വരാൻ തന്നെ ഒരുപാട് ഗ്യാസ് ആവശ്യമായി വരും. ഇത് ഒഴിവാക്കാനായിട്ട് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നതിന് അരമണിക്കൂർ മുൻപ് തന്നെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഫ്രിഡ്ജിൽ നിന്നും പുറത്തെടുത്ത് വെച്ച് അതിലെ തണുപ്പ് ഒന്ന് മാറിയ ശേഷം മാത്രം പാചകം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വെക്കുമ്പോൾ പെട്ടെന്ന് തിളയ്ക്കാനായിട്ടും ഗ്യാസ് അധികം നഷ്ടമായി പോകാതെ ഇരിക്കാനായിട്ടുമായി അടപ്പ് വെച്ച് അടച്ചു വെച്ച് തിളപ്പിക്കാൻ ശ്രദ്ധിക്കുക. തുറന്നു വെച്ച് പാചകം ചെയ്യുമ്പോഴും വെള്ളം തിളപ്പിക്കുമ്പോഴും എല്ലാം ചൂട് മുഴുവൻ പുറത്തേക്ക് പോവുകയും ഗ്യാസ് അമിതമായി ചിലവാകുകയും ചെയ്യും. ഇനി മറ്റൊരു കാര്യമാണ്, നമ്മൾ പാചകം ചെയ്യാനായി പാത്രങ്ങൾ കഴുകിയെടുക്കാറുണ്ടല്ലേ. കഴുകിയ ഉടനെ തന്നെ ആ വെള്ളത്തോടു കൂടി പാത്രങ്ങൾ ഗ്യാസ് അടുപ്പിലേക്ക് വെക്കും. ആ പാത്രത്തിലെ വെള്ളം പറ്റി അത് ചൂടാവാൻ തന്നെ നല്ലൊരു ശതമാനം ഗ്യാസ് ആവശ്യമായി വരും. അതുകൊണ്ട് ഒരു തുണി വെച്ച് പാത്രം ഒന്ന് തുടച്ച ശേഷം മാത്രം പാത്രം അടുപ്പിൽ വെക്കുക. കടലയും പരിപ്പുമൊക്കെ കുറച്ച് സമയം വെള്ളത്തിലിട്ട് കുതിർത്ത ശേഷം പാചകം ചെയ്യുവാണെങ്കിൽ പകുതി സമയം കൊണ്ട് അത് കുക്കറിൽ വെന്ത് കിട്ടും. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ കുറേ ദിവസം കൂടുതൽ ഗ്യാസ് തീർന്നു പോകാതെ ഇരിക്കും. ഇനി നമുക്ക് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് കടക്കാം. മാസാവസാനം കറണ്ട് ബില്ല് വരുമ്പോൾ നമ്മളിൽ പലർക്കും പേടിയാണ്. ആ ബില്ല് കയ്യിൽ കിട്ടുമ്പോൾ കണ്ണ് തള്ളിപ്പോകുന്ന തുക കാണുമ്പോൾ തന്നെ ഒരു നെഞ്ചിടിപ്പാണ് അല്ലേ. ഞാൻ എന്ത് വലിയ കാര്യമാണ് വീട്ടിൽ ചെയ്തത്, എന്തിനാണ് ഇത്രയും വലിയ തുക വന്നത് എന്ന് നമ്മൾ പലപ്പോഴും ആലോചിക്കാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ കറണ്ട് ബില്ല് കൂടുന്നത് നമ്മുടെ അറിവില്ലായ്മ കൊണ്ടല്ല, മറിച്ച് ചെറിയ ചില ശീലങ്ങൾ കൊണ്ടാണ്. സ്വിച്ച് ഇടുന്നത് മുതൽ നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ വരെ നമ്മൾ അറിയാതെ തന്നെ അവിടെയൊക്കെ വൈദ്യുതി പാഴായി പോകുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ കറണ്ട് വലിക്കുന്ന 2 സാധനങ്ങളാണ് അയൺ ബോക്സും വാഷിംഗ് മെഷീനും. ആദ്യം അയൺ ബോക്സിന്റെ കാര്യമെടുക്കാം. മിക്ക വീടുകളിലും രാവിലെ ഓഫീസിലോ സ്കൂളിലോ പോകാൻ ഒരുങ്ങുമ്പോഴാണ് ഓരോരുത്തരും അവരവർക്കുള്ള തുണികൾ തേക്കുന്നത്. ഒരൊറ്റ ഷർട്ട് തേക്കാൻ വേണ്ടി നമ്മൾ അയൺ ബോക്സ് ഓൺ ചെയ്യുന്നു. അത് ചൂടായി വരുന്നു. തേച്ച് കഴിയുമ്പോൾ ഓഫ് ചെയ്യുന്നു. കുറച്ച് കഴിയുമ്പോൾ അടുത്തയാൾ വന്ന് വീണ്ടും ഓൺ ചെയ്യുന്നു. ഈ അയൺ ബോക്സ് കൂടുതൽ കറണ്ട് എടുക്കുന്നത് എപ്പോഴാണെന്നറിയാമോ? അത് തണുത്ത അവസ്ഥയിൽ നിന്ന് ചൂടായി വരുന്ന ആ ആദ്യത്തെ കുറച്ച് മിനിറ്റുകളിൽ ആണ്.
ഇങ്ങനെ ഒരു ദിവസം തന്നെ പലതവണ ഓണും ഓഫും ആക്കുമ്പോൾ കറണ്ട് ബില്ല് പെട്ടെന്ന് കൂടും. അതുകൊണ്ട് ആഴ്ചയിൽ ഒരു ദിവസം കണ്ടെത്തി വീട്ടിലുള്ള എല്ലാവരുടെയും തുണികൾ ഒരുമിച്ച് തേച്ചു വെക്കുക. അതിൽ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. കട്ടിയുള്ള തുണികൾ ആദ്യം തേക്കുക. കട്ടി കുറഞ്ഞ തുണികൾ ഏറ്റവും ലാസ്റ്റ് തേക്കുമ്പോൾ അയൺ ബോക്സ് ഓഫ് ചെയ്തിട്ട് അതിൽ നിൽക്കുന്ന ആ ചൂടുകൊണ്ട് തന്നെ ഇത് നമുക്ക് തേച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇനി വാഷിംഗ് മെഷീൻ്റെ കാര്യമാണെങ്കിലോ, ചില ആളുകളാണെങ്കിൽ 2-3 തുണികൾ മാത്രമായിട്ട് വാഷിംഗ് മെഷീനിൽ ഇടും. വേറെ ചിലരാണെങ്കിൽ മെഷീനിൽ കൊള്ളാവുന്നതിലും കൂടുതൽ തുണികൾ കുത്തി നിറച്ചിട്ട് ഇടും. ഈ 2 രീതിയും തെറ്റാണ്. നമ്മൾ കുറച്ച് തുണികൾ മാത്രം ഇട്ടാലും മെഷീൻ അതിന് ഫുൾ ലോഡിന് ആവശ്യമായ കറണ്ടും വെള്ളവും തന്നെയാണ് എടുക്കുന്നത്. ഇനി കൂടുതൽ തുണികൾ കുത്തി നിറച്ചിടുമ്പോഴോ, മെഷീനിലെ മോട്ടറിന് അത് കറക്കാൻ ഇരട്ടി പവർ വേണ്ടിവരും. ഇത് കറണ്ട് ബിൽ കൂട്ടുക മാത്രമല്ല, മെഷീൻ പെട്ടെന്ന് കേടായി പോകാനും കാരണമാകും. അതുകൊണ്ട് വാഷിംഗ് മെഷീൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് മാത്രം തുണികൾ ഇടുക. അതേപോലെ നമ്മൾ റൂമിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴൊക്കെ സ്വിച്ച് ഓഫ് ചെയ്യുന്ന രീതി ശീലമാക്കുക. പകൽ സമയത്ത് ലൈറ്റ് ഇടാതെ ജനലുകൾ തുറന്നിട്ട് വെളിച്ചം യൂസ് ചെയ്യുന്ന രീതി ശ്രദ്ധിക്കുക. 4-മത്തെ ടിപ്പാണ് സാധനങ്ങൾ വാങ്ങാനായിട്ട് ആവശ്യമായതിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. നിങ്ങളുടെ കിച്ചണിൽ ഒരു നോട്ട് ബുക്കും ഒരു പെന്നും വെക്കുകയാണെങ്കിൽ നമ്മൾ ഓരോ സമയത്തും ഓർക്കുന്ന സാധനങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ കുക്ക് ചെയ്യാൻ നോക്കുമ്പോൾ എന്തൊക്കെയാണോ ഇല്ലയെന്ന് തോന്നുന്നത് അതൊക്കെ മറന്നു പോകാതെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാൻ ഇതൊരുപാട് ഹെൽപ്പ് ചെയ്യും. നിങ്ങളിപ്പോൾ അങ്ങനെ ചെയ്യാറില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ. അപ്പം മനസ്സിലാവും. നമ്മൾ അടുത്ത തവണ സാധനം വാങ്ങാൻ പോകുമ്പോൾ ഇതൊന്ന് നോക്കിയിട്ട് പോയാൽ മതി. നല്ല ഐഡിയ കിട്ടും എന്തൊക്കെയാണ് വാങ്ങേണ്ടതെന്ന്. പലപ്പോഴും നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ വേണ്ട സാധനങ്ങൾ പലതും മറന്നു പോകും. ആവശ്യമില്ലാത്തത് ഒരുപാട് വാങ്ങിക്കൂട്ടുകയും ചെയ്യും. 5-മത്തെ കാര്യമാണ് അനാവശ്യമായ പർച്ചേസിങ് ഒഴിവാക്കുക. അത്യാവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങുന്നത് ഒഴിവാക്കിയാൽ ആ പണം സമ്പാദ്യമായോ അല്ലെങ്കിൽ ഭാവിയിലെ ആവശ്യങ്ങൾക്കോ ഉപയോഗിക്കാം. അനാവശ്യ വാങ്ങലുകൾ ഒഴിവാക്കാനുള്ള വഴിയാണ് 24 മണിക്കൂർ നിയമം. അതായത് എന്തെങ്കിലും ഒരു സാധനം വാങ്ങണമെന്ന് തോന്നിയാൽ ഉടൻ അത് വാങ്ങരുത്. ഒരു ദിവസം കാത്തിരിക്കുക. പിറ്റേ ദിവസം അത് അത്യാവശ്യമുള്ളതാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം വാങ്ങുക. കൂടാതെ ഇതെനിക്ക് അത്യാവശ്യമാണോ അതോ വെറുതെ ഒന്ന് വാങ്ങാൻ തോന്നിയതാണോ എന്ന് സ്വയം ചോദിക്കുക. ഇനി ലാസ്റ്റത്തെ കാര്യമാണ് ലക്ഷ്യം ഉണ്ടായിരിക്കുക. നമ്മൾ വീട്ടിലെ പല കാര്യങ്ങളും കുറയ്ക്കാൻ ശ്രമിക്കും. പക്ഷേ പകുതി വഴിയിൽ വെച്ച് മടുത്തു നിർത്താറുണ്ട്. കാരണം എന്താണെന്നറിയാമോ? നമ്മൾ എന്തിനു വേണ്ടിയാണ് ഈ പൈസ മിച്ചം പിടിക്കുന്നത് എന്നൊരു വ്യക്തമായ ലക്ഷ്യം നമുക്ക് ഇല്ലാത്തത് കൊണ്ടാണ്. വെറുതെ പൈസ അക്കൗണ്ടിൽ കൂട്ടിവെക്കുക എന്ന് പറഞ്ഞാൽ ആർക്കും അതിൽ വലിയ ആവേശം തോന്നില്ല. അടുത്ത വർഷം ഒരു ചെറിയ ഫാമിലി ട്രിപ്പ് പോകണം, കുട്ടികളുടെ പഠനത്തിനായി കുറച്ച് തുക കരുതി വെക്കണം, അല്ലെങ്കിൽ വീടൊന്ന് പെയിന്റ് അടിക്കണം. ഇതൊക്കെ വലിയ ലക്ഷ്യങ്ങളാണ്. ഈ ലക്ഷ്യങ്ങൾ മനസ്സിൽ ഉണ്ടെങ്കിൽ അനാവശ്യമായ ഒരു സാധനം വാങ്ങാൻ കൈ നീട്ടുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് പറയും, ഇത് വാങ്ങിയാൽ എൻ്റെ ട്രിപ്പിനുള്ള പൈസ കുറയുമെന്ന്. പണം ലാഭിക്കുക എന്നത് വെറുമൊരു കണക്കുകൂട്ടലല്ല, മറിച്ച് നമ്മുടെ പ്രിയപ്പെട്ടവർക്കായി, നമ്മുടെ നാളത്തെ സ്വപ്നങ്ങൾക്കായി നാം കരുതുന്ന ചെറിയ കരുതലാണ്. ആഡംബരങ്ങളുടെ പിന്നാലെ പായുന്നതിനേക്കാൾ ലളിതവും സന്തോഷകരവുമായ ഒരു ജീവിതം നയിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും ചെറിയൊരു മാറ്റമുണ്ടാക്കാൻ സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ അതൊന്ന് ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും അറിയിക്കുമല്ലോ. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ആരെങ്കിലും വീഡിയോ കണ്ടതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. ഇതേപോലെയുള്ള കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.